200. എന്നാണ് हाँ credited to your federal bank account. आपको क्या चाहिए? मुदलाली नहीं नहीं है, वो मलयाली थोड़ा काम के लिए बाहर चला गया. കുറച്ച് 1 kg പ്യാജ്, 1/2 kg ആലു, അങ്ങനെ കുച്ച് കുച്ച് പച്ചക്കറി വേണം. ചേച്ചി എനിക്ക് മലയാളം അറിയാം, ഹിന്ദി പറഞ്ഞ കഷ്ടപ്പാട കണ്ട മലയാളത്തിൽ പറഞ്ഞാൽ മതി. നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. മലയാളം പറഞ്ഞ മാത്രമല്ല, ഞാൻ കണ്ട ഈ ബോർഡിൽ കണ്ട എല്ലാം ഞാൻ എഴുതി വെച്ചത്. അല്ല, ഇപ്പൊ ഈ എഴുതി വെച്ചൊക്കെ നിങ്ങളാ? ഞാൻ എഴുതിയത് എല്ലാ ബോർഡില്. എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം? പിന്നെ അതൊക്കെ ഇങ്ങനെ പഠിച്ചു? അത് പഠിച്ചു പോയി. അപ്പൊ ഈ സവോള ഇങ്ങനെ ഈ പച്ചക്കറിയുടെ പേര് എഴുതാൻ മാത്രമേ അറിയുള്ളൂ, ബാക്കി അറിയോ? ബാക്കി നമുക്ക് വായിക്കാം, എഴുതാം. ആണോ? പിന്നെ നിങ്ങള് സ്കൂളിൽ എത്ര വരെ പഠിച്ചു? ഞാൻ നാട്ടിലേക്ക് 5ാം ക്ലാസ് പഠിച്ചുള്ളൂ. എത്ര വർഷമായി ഇങ്ങനെ പഠിച്ചിട്ട്? ഞാൻ മലയാളം എഴുതാൻ വായിക്കാൻ പഠിച്ചത് ഒരു 5 കൊല്ലമായി. നമ്മളെ മലയാളി ബോട്ടിലേക്ക് എല്ലാ ദിവസവും എഴുതി വെക്കും, ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ ചില സമയത്ത് മലയാളി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ചില കസ്റ്റമർ വരുമ്പോൾ ഇപ്പം ബീല് ചെയ്യും, പച്ചക്കറിയുടെ പേര് എഴുതി കൊടുക്കണം. അപ്പോൾ എനിക്ക് ഒരു മൈൻഡ് ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി പഠിച്ചു പോയി. അപ്പോൾ ആറുകൾ വരുമ്പോൾ ഞാൻ ബീലായിട്ട് പച്ചക്കറി പേര് നന്നായിട്ട് എഴുതി ബീലായിട്ട് കൊടുക്കും. കേരളത്തിൽ ഞാൻ 2014. അല്ല, ഇപ്പൊ ഈ എഴുതി വെച്ചത് നിങ്ങളാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾ എങ്ങനെ മനസ്സിലാവും? ഞാൻ കാണുന്നില്ലല്ലോ നിങ്ങളാണോ എഴുതിയെന്ന്. ഞാൻ ഇപ്പൊ തന്നെ ബോർഡിൽ എഴുതി തരും. കാണിച്ചു തരും? കാണിച്ചു തരും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ആദ്യമായിട്ട് എഴുതുന്ന ആളുടെ ഹാൻഡ് റൈറ്റിംഗ് അത് മനസ്സിലാവത്തില്ല. അത് മാത്രമല്ല, ഈ വെണ്ടയ്ക്കയുടെ യായും കായും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടക്ഷരം പോലെ എഴുതുന്ന ഒരു കാര്യം, അത് എഴുതി തഴമ്പിച്ച മലയാളികൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവുള്ളൂ. हाँ इकरामुल कैसे? अच्छा है. ओ नींबू को कैसे? 1 kg को? 1 kg 40 रुपये किलो भैया. ओ क्या ले? ठीक है. हाँ ठीक है. ये घर में कभी जा रहे हैं? वो मालिक किधर है तुम्हारा? मालिक थोड़ा काम के लिए बाहर गया है. हाँ तो 1 kg नींबू दे दो. हाँ ठीक है. ചേട്ടാ മലയാളി അല്ലേ? എനിക്കൊരു സംശയം. ഇദ്ദേഹത്തിന് മലയാളം അറിയാം, പിന്നെ ചേട്ടൻ എന്തിനാണ് ഹിന്ദിയിൽ സംസാരിക്കുന്നത് പുള്ളിയോട്? ഇവിടെ ഉള്ളവര് ഇവനോട് കൂടുതൽ ആൾക്കാർ ഹിന്ദിയിൽ സംസാരിക്കും, ഇവൻ അവരോട് മലയാളത്തിൽ പറയും. അപ്പൊ അവന് മലയാളവും പഠിക്കാം, നമുക്ക് ഹിന്ദി പഠിക്കാൻ താല്പര്യം. ഹിന്ദി ഏത് ഭാഷയും നമ്മൾ പറഞ്ഞാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവര് മലയാളത്തിൽ പറയും, നിങ്ങൾ ഹിന്ദിയിൽ പറയും. ഭാഷ ഇമ്പ്രൂവ്മെന്റ് ആണ് രണ്ടുപേരുടെ ലക്ഷ്യം. നമ്മള് നാണിച്ച് നിന്നിട്ടൊരു കാര്യമില്ല. എവിടെ പോയി നിന്നിട്ട് നാണിച്ച് നമ്മൾ പറയണത് ശരിയാണോ ഗ്രാമറൊക്കെ വെച്ച് പറയാൻ പോയാൽ ഒന്നും നടക്കില്ല. നമ്മൾ വായി തോന്നുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് പഠിച്ച് നമ്മൾ ഞാൻ ഏകദേശം ഒരു 1-2 മാസം കൊണ്ട് നമ്മൾ ഒരുവിധം ഹിന്ദിയായി. തും മലയാളം से लिखे तो मैं हिंदी में लिखेगा. हाँ लिखो लिखते. कैसे എങ്ങനെയുണ്ട്? अच्छा है. गाजर कितने? गाजर 50 2 किलो. आलू ഉരുളക്കിഴങ്ങ് 1.5 കിലോ 50 രൂപ. क्या भैया पूरा पैसा ज्यादा है. ഇത് കുറവിലായിട്ട് അതെടുത്ത് 1 കിലോ 50 രൂപ ആണമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോൾ ഹിന്ദിക്കാര് മലയാളം പറയാനും പഠിക്കാനും, തിരിച്ച് മലയാളികള് ഹിന്ദി പറയാനും പഠിക്കാനായിട്ടും ഒക്കെ ഉള്ള തിരക്കിലാണ്. കാലമൊക്കെ പോയൊരു പോക്കല്ലേ. പക്ഷെ എന്ത് തന്നെയാണേലും, ഏത് ഭാഷയാണേലും പഠിച്ചിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.